കറുത്ത മെഴുകുതിരി നമ്മൾ പൂജയ്ക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് കറുത്തവാവിന് അല്ലെങ്കിൽ ഞങ്ങളുടേതായ പൂജകൾക്ക് ഞങ്ങൾ കറുത്ത മെഴുകുതിരിയാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കില്ല. അത് പിന്നെ വെളുത്ത മെഴുകുതിരി എടുത്താൽ യേശുക്രിസ്തു ഒന്ന് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഇവര് കറുത്ത മെഴുകുതിരി എടുത്തു. ഇത് പുകയ്ക്കുന്നതാണ്. നമ്മൾ ഈ പുക കൊടുക്കുന്നതാണ്. ഈ കുന്തിരിക്കം, നമ്മൾ സാധാരണ കുന്തിരിക്കം വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഇട്ടിട്ടാണ് പുകയ്ക്കുന്നത്. കറുവപ്പട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിനകത്തിട്ട് പുകയ്ക്കും. ഇത് പുകയ്ക്കുന്ന ഒരു ഇതാണ്. അവന്റെ കുന്തം ഉരുക്കി അതിനകത്തിട്ടാ പുകയ്ക്കുന്നത്. ഇച്ചിരി MDMA കഞ്ചാവും ഒക്കെ ഇട്ട് അതിന്റെ കൂടത്തിലിട്ട് പുകയ്ക്കും. കറുവാപ്പട്ടയൊക്കെ ഇട്ട് പുകയ്ക്കും. ഈ നരബലി കടത്തുമ്പോഴേ സ്മോക്കി ഫ്ലേവർ കിട്ടാനായിരിക്കും. മനുഷ്യ അൽഫാം ഉണ്ടാക്കാൻ പോലെ. അത് നമ്മുടെ ഈ ഭൂതപ്രേതങ്ങളെ കുപ്പിയിലേക്ക് ആവാഹിച്ച് കുപ്പിയിൽ കയറ്റുന്നതാണ്. ഇത് ഒന്ന് ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇതിന് ചുറ്റും ഇങ്ങനെ ഈ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് എന്താ പറയാ, നമ്മൾ ഈ മന്ത്രത്താലാണ് ഈ കുപ്പി ബന്ധിച്ചിട്ട് നിർത്തും ഭൂതപ്രേതങ്ങളെ. അത് പിന്നെ കുപ്പി മറ്റേ കുട്ടൂസന്റെ പരിപാടിക്ക് ഭൂതപ്രേതത്തെ എല്ലാം കൂടെ അതിനകത്തോട്ട് കയറ്റാനായിട്ട്. ബാലരമേൽ കുട്ടൂസന് പറ്റിയ അബദ്ധം പറ്റരുതല്ലോ. ഇടയ്ക്കിടയ്ക്ക് താഴെ വീണ് കുപ്പി പൊട്ടും, മായാവി ഇറങ്ങി പോവും. അതിന് ആശാന്റെ വക ഒരു ബുദ്ധിയുണ്ട്. ഗ്രിപ്പുള്ള കുപ്പി. അതാവുമ്പോൾ ഒരു 290 ഒക്കെ അടിച്ചിട്ട് ഒരു പുകയൊക്കെ എടുത്തിട്ട് പിടിച്ചാലും ഗ്രിപ്പുണ്ട്, അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. അബദ്ധം പറ്റരുതല്ലോ. എല്ലാവരും സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. ഇതിനകത്തിരിക്കുന്നവൻ എപ്പോഴും ബന്ധനത്തിലായിരിക്കും, അല്ലെ? ഞങ്ങളുടെ ബന്ധനത്തിലായിരിക്കും. അപ്പൊ ബന്ധനത്തിലിരിക്കാൻ തയ്യാറായി. ഇപ്പൊ ചില ആത്മാക്കൾക്ക് ബന്ധനത്തിൽ ഇരിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്ത് ചാടിക്കഴിഞ്ഞ് ഇവനെ വീണ്ടും പിടിച്ച് ഈ ഓരോ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കരിമന്ത്രവാദി തൊട്ടടുത്ത് നിൽക്കുന്ന ആത്മാവിനെയും അങ്ങനെ ബന്ധിച്ച് നിർത്തിയേക്കുന്നതാണോ? അതിൻ്റെ നോട്ടം കണ്ടിട്ട് ഒന്ന് ബന്ധനത്തിൽ നിന്ന് മുക്തിയായി ചാടിപ്പോയാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലൊക്കെയാ മുഖം ഇരിക്കുന്നത്. വലിയൊരു കുപ്പി കരുതേണ്ട വരും. കാരണം എല്ലാവരും സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. ഇതിനകത്തിരിക്കുന്നവൻ എപ്പോഴും ബന്ധനത്തിലായിരിക്കും, അല്ലെ? ഞങ്ങളുടെ ബന്ധനത്തിലായിരിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മന്ത്രവാദിയാ കേട്ടോ. ആകാശഗംഗയിലെ മേപ്പാടനും മേഘസന്ദേശത്തിലെ കത്തനാരും ഒക്കെ കണ്ടുപഠിക്കണം. അത് ബന്ധനത്തിലിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആത്മാക്കളെ ഒന്നും പിടിച്ച് കുപ്പിക്കകത്തിട്ട് അടയ്ക്കത്തില്ല. അത്രയ്ക്ക് മനസ്സലിവുള്ളവനാ. ബന്ധനത്തിലിരിക്കാൻ തയ്യാറായി. ഇപ്പൊ ചില ആത്മാക്കൾക്ക് ബന്ധനത്തിലിരിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. പിന്നെ മൂപ്പര് പറയുന്നത് ചില ആത്മാക്കൾക്ക് എന്നും ബന്ധനത്തിലിരിക്കാനാ ഇഷ്ടമെന്നാ പറയുന്നത്. അതായത് ചില കാന്താരി പെണ്ണുങ്ങൾ കെട്ടിയവന്റെ എന്നോ കാമുകിയെന്നോ ഒക്കെ എത്ര അടിയിടിയും തൊഴിയും അഥവാ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അവരെ ഇട്ടയച്ച് ബോധവുമില്ല, കേസും കൊടുക്കത്തില്ലെന്ന് പറയല്ലേ. ആ ടൈപ്പ് ചില മെനകെട്ട പ്രേതങ്ങളും ഉണ്ട്. അവർക്കെന്നും ബന്ധനത്തിലിരിക്കുന്ന ഇഷ്ടം. ഈ ശവശരീരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഏത് എനർജിയാണെന്നറിയാമോ? മനുഷ്യ ശരീരത്തിലെ എനർജി എന്താണ്? മനുഷ്യ ശരീരത്തിൽ പൊതുവെ കാണപ്പെടാറുള്ള ഇറച്ചി എന്ന് പറഞ്ഞാൽ പന്നിയിറച്ചിയാണ്. മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുളിക്കണം എന്ന് ഒരു നിഷ്ഠ വെച്ചിട്ടുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, കുളിച്ച വീട്ടിൽ ചെന്ന് മരിക്കും. അപ്പൊ പിന്നെ പുതിയൊരു പഴഞ്ഞലുണ്ടാവും. ആ പവറുണ്ട്. ഓറയല്ലടാ, കൂറ. അങ്ങനെ ഇവരുടെ തറവാടുകളിലുള്ളതാണ്. ക്രിസ്ത്യൻ തറവാടുകളിലുള്ളതാണ്. എന്റെ തറവാട്ടില് എന്റെ വല്യപ്പനായിട്ട് എനിക്ക് തന്ന സംഭവം നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവന്റെ വല്യമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ അതിന്റെ അമ്മൂമ്മയുടെ കാലഘട്ടത്തിൽ അവർക്ക് കല്യാണാലോചന വന്നു. അപ്പോൾ ധാരാളം വെളുത്ത പയ്യന്മാരന്ന് അവർ കൊണ്ടുവന്നിങ്ങനെ നിരത്തി കാണിച്ചു. അവർ പറഞ്ഞു, വേണ്ട, എനിക്ക് വെളുത്ത സുന്ദരന്മാരെ ആരെയും വേണ്ട, പിന്നെ ആരെയും മതി, എനിക്ക് ബ്ലാക്ക് കളറുള്ള ഒരാളെ മതി. ബ്ലാക്ക് കളറുള്ള ആൾ വന്നു. അതിച്ചിരി കൂടിയ നെഗറ്റീവ് ഒക്കെ ഉള്ള ആളായിരുന്നു. പിന്നെ ആദരസൂചകമായിട്ട് ആ തൊലിയുടെ കളറുകൂടെ കൂട്ടി അങ്ങ് വിളിച്ചു, ബ്ലാക്ക് അച്ഛൻ, കറുത്ത അച്ഛൻ. വാസ്തവത്തിൽ അച്ഛൻ കറുത്തത് തിരിച്ചിട്ടു വിളിക്കാൻ എളുപ്പത്തിൽ, കറുത്ത അച്ഛൻ. അതാണ് സംഭവം. ആദ്യം അവര് ഫോൺ വിളിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം തിരക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രേതബാധ ഉണ്ടായത്, എവിടെ നിന്ന് കിട്ടി, എങ്ങനെയാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിന് എന്താണ് തടസ്സം, നിങ്ങൾക്ക് അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് തോന്നിയത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. വ്യക്തിയെ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ അഭ്യാസം ആരംഭിക്കുക. അങ്ങനെ എല്ലാ കാര്യവും അറിഞ്ഞിട്ട് ചെയ്യാനാണ് പിന്നെ എന്നാ കഴിവാ. അത് ഭയങ്കര അപാരമായ കഴിവാ. ലോകത്ത് ആർക്കും ഇല്ലാത്തൊരു സിദ്ധിയാണ്. എത്ര സമയം എടുക്കും ഒരാളുടെ? പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ ആത്മാവ് എത്രത്തോളം ശക്തിയാണോ ഏറ്റവും കൂടുതൽ ദൈർഘ്യം എടുത്ത ഒരു പ്രക്രിയ എത്ര ദിവസം എടുത്തായിരുന്നു? ചിലതൊക്കെ 3-4 ദിവസങ്ങളെ കൊണ്ടൊക്കെ എടുക്കും. 5 ദിവസങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ സംഭവം എടുക്കും. ഒരാഴ്ച ഏകദേശം. ചിലപ്പോ 10 സെക്കൻഡ് ഇറങ്ങിക്കോ കേറിക്കോ എന്ന് പറഞ്ഞാൽ കേറും. ചിലപ്പോ 10 ദിവസം എടുക്കും. അത് പറയാൻ പറ്റില്ല. 10 സെക്കൻഡ് കൊണ്ടൊക്കെ കേറിയിട്ട് ഇറങ്ങിപ്പോൻ. അതെന്നാ
അണ്ടർവായുവാണ്. അകറ്റുന്നതിന് എത്ര സമയം എടുക്കും ഒരാളുടെ ദേഹത്ത് നിന്ന്? പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ ആത്മാവ് എത്രത്തോളം ശക്തിയാണോ അതനുസരിച്ച് മെലിഞ്ഞുണങ്ങി അസ്ഥിപഞ്ചരമായിട്ട് ചുക്കിച്ചുളിഞ്ഞിരിക്കുന്ന ആത്മാവാണെങ്കിൽ പെട്ടെന്നൊരു 3-4 മിനിറ്റ് കൊണ്ട് കഴിയും. നല്ല മസിലൊക്കെ ഉള്ള ആജാനുബാഹു ആണെങ്കിൽ ഒരു 3-4-5 മണിക്കൂർ എടുക്കും. അറിയും. കറുത്തച്ഛനൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയില്ല, ഞാൻ അതിട്ട് കേൾക്കുന്ന അവരുടെ അനുഭവത്തോട് ചോദിക്കുന്നത്. അതെ, കറുത്തച്ഛനൂട്ട് അങ്ങനെയുണ്ട്. കറുത്തച്ഛനൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ, അതെനിക്കറിയാം. അത് കറുത്ത അച്ഛൻ തന്നെയല്ല. എല്ലാ കുടുംബങ്ങളിലുള്ള കറുത്ത അച്ഛന്മാരും വെളുത്ത നിറമുള്ള അച്ഛന്മാരും അല്ല ഈ വയസ്സും പ്രായമായി കഴിയുമ്പോൾ ഈ പിള്ളേരുടെ ലെവലിലോട്ട് വരും. അന്നേരം സാധാരണ ആൾക്കാർ ചോറ് വാരി തിന്നുന്ന പോലെ അവർക്ക് ചോറ് വാരി തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ ഈ പിടിവാശി കാണിക്കും, ഭക്ഷണം കഴിക്കാതിരിക്കും. അന്നേരം നമ്മളൊരു സ്പൂണൊക്കെ വെച്ച് കൊച്ചു പിള്ളേരെ ഊട്ടുന്നത് പോലെ ശ്രദ്ധിച്ച് ഊട്ടണം. അതാണ് കറുത്തച്ഛനൂട്ട്. ഈ വെളുത്തച്ഛനെയാണ് ഊട്ടുന്നതെങ്കിൽ വെളുത്തച്ഛനൂട്ടെന്ന് പറയും. ഇനിയും വേറെ വല്ല മനുഷ്യർക്കും ചുമന്ന അച്ഛനോ പച്ച അച്ഛനോ കൊണ്ടുവന്നൊന്നും നമുക്കറിയത്തില്ല, കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നിറത്തിനനുസരിച്ചുള്ള ഊട്ടെന്ന് പറയും. എന്നാലും കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകതരം എല്ലാവരും എന്താണ് ചോദിക്കും, മാംസമാണോ കൊടുക്കുന്നത്, ബ്ലഡ് ആണോ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും അല്ലെ. ചാത്തനൊക്കെ ബ്ലഡ്, മാംസം, കൗളപൂജ എന്നൊക്കെ പറയും. നമുക്ക് അങ്ങനത്തെ ആചാരങ്ങളൊന്നും അല്ല. പറയും. ചാത്തന് കൊടുക്കുന്നത് ബ്ലഡ് അല്ലെ, പക്ഷിയുടെയോ മൃഗത്തിന്റെയോ ബ്ലഡ്, മാംസം, മദ്യം, ഇതാണ് മെയിൻ ആയിട്ട് ചാത്തന. പിന്നെ മറ്റു സാധനങ്ങളൊക്കെ അവലും മലര് അങ്ങനെ പലതും വെക്കും, മുന്തിരിങ്ങ അങ്ങനെ പലതും വെക്കും. എന്ത് കൊടുത്താലും കഴിക്കും. പാവം സാത്തൻ എന്ത് കിട്ടിയാലും കഴിച്ചോളും. ജീവിക്കാൻ പഠിച്ച ചാത്തന. ബ്ലഡും മാംസവും ഒന്നും കിട്ടിയില്ലേലും മുന്തിരിങ്ങാക്കൊലയാണേലും തിന്ന് ജീവിച്ചോളും. ജീവിക്കാൻ പഠിച്ചവനാ. ടീമിൽ നമ്മൾ ഇതാണ് കൊടുക്കുക. പക്ഷെ കറുത്തച്ഛന് ഇതിലും കൂടിയൊരു സാധനമാണ് കൊടുക്കുക. അതെന്താന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പലരും നമ്മളോട് ചോദിക്കും നരബലിയാണോ? ഈ നരബലി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ബ്ലഡും മാംസവും അല്ല, വേറൊരു സാധനമാണ്. അതെന്തായിരിക്കും? അത് വേറെ അതൊരു സസ്പെൻസ് ആയിട്ട് നിന്നോട്ടെ അല്ലെ, നമുക്കത് പുറത്തോട്ട് പറയാൻ പറ്റും. നരബലി നടത്തുന്നുണ്ട്, പക്ഷെ നരബലി അല്ല, മനുഷ്യന്റെ വേറെ എന്തോ സാധനമാണെന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യന്റെ വേറെ എന്ത് സാധനമാണ്? ഒന്നെങ്കിൽ ലൗഡ, അല്ലെങ്കിൽ ബോസുഡിക്കെ. നമ്മൾ കൂടുതൽ കോൾ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മളെ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ നിലവറയിലിരുന്നുകൊണ്ടാണ്. ഇത് ലൗഡ് സ്പീക്കറിലാണ്, ഇത് കറുത്തച്ഛൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് മനസ്സിലാവും. അവിടെ എങ്ങാണ്ട് മൂലയ്ക്ക് ഏതോ ഒരു മുറിയുടെ മൂലയ്ക്ക് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് കറുത്ത അച്ചാച്ചനെ എവിടെയോ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ശക്തി മൂക്കുമ്പോൾ അതിങ്ങനെ ഇറങ്ങി വരും. എന്തിയടാ എൻ്റെ 90 ഇവിടെ കൊണ്ടുപോകാൻ, 90 ഉണ്ടെങ്കിൽ 90 എടുത്ത് അടിച്ചിട്ട് പോകും. അവിടെ കിടന്ന് ആകെ മൊത്തം ബഹളോ എടുത്തടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മുറിക്കാത്തോട്ട് തന്നെ. കറുത്തച്ഛന്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഈ രീതിയിലാണ്, പക്ഷെ ശരീരമില്ല, മുഖമില്ല, ഇരുട്ടിരിക്കും. അതെ, ഇരട്ടത്ത് നിന്ന് കഴിഞ്ഞാല് ഒരു കറുത്ത നിഴല് കാണില്ലേ, അതാണ് കറുത്തച്ഛന്റെ രൂപമില്ല. അങ്ങനെയാണ് കറുത്തച്ഛന്റെ രൂപം ഏകദേശം വരിക. നമ്മള് കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് കാണുന്നത്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ കറുത്തച്ഛന് രൂപമില്ല, രൂപിയാണ്. അതല്ല ഇട്ടപ്പോൾ കറക്റ്റായി. അരണ ജാക്കറ്റ് ഇട്ട പോലെ തന്നെ ഉണ്ട്.